നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രശാന്തേ, നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ആര് ജയിക്കും ആര് തോക്കുന്നൊക്കെ. സാധാരണഗതിയിൽ ഇലക്ഷൻ അല്പം നന്നായി പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ചോദിക്കും എന്താ അവസ്ഥയെന്ന്. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്താ അവസ്ഥയെന്ന് പറയാൻ പറ്റാത്ത രീതിയായിരിക്കുന്നു. അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതിന് കാരണം BJP ആണ്. ഈ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിൻ്റെ കാരണം. അപ്പോൾ പ്രശാന്തിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, ഞാൻ ഈ അവസാന നമുക്കിപ്പോൾ സത്യത്തിൽ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാലേ അത് കൃത്യമായിട്ട് വരികയുള്ളൂ. പക്ഷെ പതിവില്ലാത്ത വണ്ണം നല്ല വോട്ടെടുപ്പാണ് നടന്നത്, ഒരു സംശയവുമില്ല. നല്ല തെരഞ്ഞെടുപ്പാണ് നടന്നത്. പൊതുവെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും സംഭവിച്ചതായിട്ട് നമ്മൾ ഇനി അറിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ശ്രീല ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളം ആര് ഭരിക്കും? മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ, നമ്മുടെ ആ ഒരു പഴയ കൊളോക്കിയൽ ലാംഗ്വേജ്, ആ പഴയ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടി പൊട്ടിക്കുമ്പോൾ, പണ്ട് നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, വോട്ടില്ല വോട്ടില്ല കടുവാ പെട്ടിക്ക് വോട്ടില്ല എന്തോ ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ കേരളം ആര് ഭരിക്കും എന്ന് പ്രവചിക്കുക അസാധ്യമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. 2021 നമുക്കൊന്ന് തൊട്ട് പുറകിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. അന്ന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും UDFന് ഒരു അനുകൂലമായി മാറും. ഒരു 75-80 സീറ്റുകൾ UDFന് കിട്ടും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ നമ്മുടെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വലിയ മെജോറിറ്റിയോടുകൂടി LDF അധികാരം നിലനിർത്തി. 2011 തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, 2011 ഏതാണ്ട് 2020 ഭാരത് ലൈവിൻ്റെ തുടക്കം. 20ൻ്റെ ഒരു അവസാനമാകുമ്പോഴത്തേക്കും 21 ആകുന്നതിന് മുമ്പ് തന്നെ അന്ന് SV പ്രദീപ് ആയിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന. SV പ്രദീപ് പറഞ്ഞു LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന്. ആ വാർത്ത ഒരുപക്ഷെ അന്ന് വളരെ ആഘോഷിക്കപ്പെട്ടൊരു വാർത്തയാണ്. LDFന് തുടർഭരണം വരുമെന്ന് ആദ്യം പ്രവചിച്ച ഒരാൾ SV പ്രദീപാണ്. അത് പ്രദീപ് പിന്നീട് മരിച്ചുപോയി. പക്ഷെങ്കിലും പ്രദീപ് നല്ല മികച്ച ജേർണലിസ്റ്റാണ്. ഞാൻ പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ പ്രദീപും ഞാൻ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പ്രദീപിൻ്റെ ചോദ്യങ്ങൾ അത് LDF നേതാക്കളോടാണെങ്കിലും UDF നേതാക്കളോടാണെങ്കിലും BJP നേതാക്കളോടാണെങ്കിലും നല്ല ചോദ്യങ്ങൾ, കൃത്യമായ രാഷ്ട്രീയം ചോദിക്കും, സധൈര്യം ചോദിക്കും. പ്രദീപിന് യാതൊരു മടിയും അക്കാര്യത്തിലില്ലായിരുന്നു, പേടിയുമില്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യും, ചർച്ചകളൊക്കെ നടത്തും. അപ്പോൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായം എപ്പോഴും നമുക്ക് പോലും അതിശയം തോന്നിയിരുന്നു. ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ വാർത്ത ശരിയാകുമായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു. കൃത്യമായ ദീർഘദൃഷ്ടി, അതെ, വളരെ ദീർഘദൃഷ്ടിയുള്ള ഒരു ജേർണലിസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ 2021 ഞാനൊക്കെ കരുതിയത് ഒരു UDF ഭരണം വരാൻ. കാരണം കേരളത്തിൽ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ അത്ര ആഴത്തിലൊന്നും ചിന്തിച്ചിട്ടല്ല അത് പറഞ്ഞത്. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് LDFൻ്റെ ഭരണം തിരിച്ചു വന്നു. സത്യത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒട്ടുമുക്കാൽ പേർക്കും മുഖമടച്ച് കിട്ടിയ ഒരു ജനവിധിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ ഈ മൈക്കും തൂക്കി നടക്കുന്ന ചാനൽ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം തകർന്നുപോയി. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് LDF മാറി UDF വരും. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണക്കിന് കളിയാക്കി വളരെ രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. എന്തായാലും അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങി ഏറ്റവും ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ച ചാനൽ വരെ, എനിക്ക് തോന്നുന്നു 24x7 മലയാളമാണെന്ന് തോന്നുന്നു, അവർ വരെ അന്ന് സത്യത്തിൽ നാണം കെട്ടുപോയി. അല്ല, സ്വാഭാവികമാണ്. ഇപ്പോഴും ഈ സർവേ ഫലങ്ങൾ വരുമ്പോഴാണ് ഒരു പ്രശ്നം. ഇപ്പോഴും വന്ന സർവേ ഫലങ്ങളൊന്നും അക്യുറേറ്റ് ആവാൻ ഒരു സാധ്യത. സർവേ ഫലങ്ങളെ ഒന്നും ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൽ നിന്ന് കുറച്ച് ഡാറ്റകൾ സ്വീകരിക്കാം നമുക്ക്. അല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എന്നോട് ഈ സർവേ കണ്ടിട്ട് ഇന്നാൾ ജയിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സർവേയാണ് കണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ സർവേയുടെ ഒരു എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. ചിലർ
ഈ സർവേ ശരിയാണെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ വോട്ടിനെ പോലും സ്വാധീനിക്കാൻ ജയിക്കുന്ന അതാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പോൾ പക്ഷേ ഇപ്പൊ സർവേ പാടില്ലെന്ന് ഇന്നലെ അനീഷ് ഒരു വിധി വാങ്ങിച്ചിട്ടുണ്ട്. സർവേകളെല്ലാം നീക്കം ചെയ്യാനുള്ള വിധി മണലൂരെ സ്ഥാനാർത്ഥി അനീഷ് കോടതിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്ന സർവേ ഒക്കെ ഇപ്പൊ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഫലം വരുന്നതെങ്കിൽ, അങ്ങനെ പറയുന്ന ഒരു ഈ പോൾ സർവേ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഫലം പുറത്തു വിടുന്നതെങ്കിൽ കൊള്ളാം, നല്ല കാര്യം. മറ്റത് എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2026 തെരഞ്ഞെടുപ്പ്, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ വേളയിൽ ഫലപ്രവചനം അസാധ്യമാണ് എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്കും സർവേകൾക്കും ഒക്കെ ഒരു പങ്കുണ്ട്. ഇവരെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ, വോട്ടർമാരെ ഇന്നത്തെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആ വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്ന് ആരോപിക്കുന്നത്, ഒപ്പം ഉള്ള ആൾ പൈസ കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആ പാവം പിടിച്ചൊരു സ്ത്രീയോട് സത്യം പറഞ്ഞാൽ അവർക്ക് എന്താണ് ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ ചോദിക്കുന്നതിന് മറുപടി പറയാൻ കൃത്യമായി അറിയില്ല. ആ സ്ത്രീയെ വളഞ്ഞിട്ട് അവര് പറയുന്നുണ്ട്. അവരെന്താ പറയുന്നത്? പ്രായമായ ഒരു അമ്മൂമ്മയാണ്. നമ്മുടെ വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അവരെ ഇത് ചെയ്യുമോ? സംസാരിക്കാൻ പറ്റുമോ? അല്ല, ഞാനും പറഞ്ഞു വന്നത് ആ രീതിയിൽ അങ്ങനെ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഒരു അജണ്ട വെച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമം പോലും നടന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷെ നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. 2021 സംഭവിച്ചത് അതാണ്. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പം പിണറായി വിജയനും LDFും എന്ത് കുതന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവർ ജയിച്ചു. അപ്പൊ അത് അങ്ങനെ ജയിച്ചു വന്നെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ വാക്ക് ജനം വിശ്വസിച്ചു എന്നാണ്. അങ്ങനെ അവരുടെ വാക്ക് ജനം വിശ്വസിച്ചെങ്കിൽ എന്തേ മാധ്യമങ്ങളുടെ വാക്ക് ജനം വിശ്വസിച്ചില്ല? അന്ന് മാധ്യമങ്ങളെല്ലാം LDFനും പിണറായി വിജയനും എതിരായിരുന്നു. പിണറായി വിജയൻ തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തവരുണ്ട്. ആ ആൾക്കാരെല്ലാം സത്യത്തിൽ നാണം കെട്ടില്ലേ? അപ്പോൾ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല. അവർ സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. വാർത്തകളുടെ വിശകലനമാകാം, അതിൻ്റെ ചർച്ചയാകാം, സംവാദമാകാം, ഒക്കെ ആകാം. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ മാധ്യമപ്രവർത്തകർ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. ഇരിക്കട്ടെ, നമുക്ക് 2026 വരാം. 2026 ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ വേളയിലും വോട്ടെടുപ്പിൽ കണ്ട ദൃശ്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വിശകലനമാണ് പറയുന്നത്. UDFന് ഒരു മേൽക്കൈ, ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ LDFന് എതിരായ, ഈ സർക്കാരിനെതിരായ ആ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും UDFന് ഒരു ആനുകൂല്യം കൊടുക്കുന്നു, ഒരു മേൽക്കൈ കൊടുക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചഭിപ്രായമുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും തന്നെ ചർച്ചയാകാത്ത തെരഞ്ഞെടുപ്പാണിത്. ഭരണവിരുദ്ധ വികാരങ്ങളെക്കുറിച്ച് CPMന്റെ പ്രശ്നങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഴിമതിയെപ്പറ്റി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ എവിടെയെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? അവർ സത്യത്തിൽ BJPയെ കൗണ്ടർ ചെയ്യാൻ മാത്രമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ ജനങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് എങ്ങനെ നീളിക്കും എന്നുള്ളത് ശ്രീല പറഞ്ഞതിൽ ആദ്യത്തെ ഭാഗം വളരെ ശരിയാണ്, ഞാൻ യോജിക്കുന്നു. കോൺഗ്രസ് നേതാക്കള്, BJP നേതാക്കള് ആരും ഈ ഭരണത്തിന്റെ വിശകലനം നടത്തിയില്ല, അതിന്റെ പോരായ്മകൾ ചർച്ചയാക്കിയില്ല, അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്താൻ ശ്രമിച്ചില്ല, ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ശരിക്കും ഉണ്ടായിട്ടില്ല. പകരം ഈ പറഞ്ഞതുപോലെ BJPയെ മുന്നിൽ നിർത്തി ഒരു വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങനെ തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാം. ആദ്യം മുതൽ അവസാനം വരെ കേട്ട ഡീൽ എന്ന വാക്കാ. അതെ, പരസ്പരം എല്ലായിടത്തും. അത് ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരു ഇത് കണ്ടു, ഡീലിൽ തുടങ്ങി ഡാഷിൽ. അത് അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. ഡീലിൽ തുടങ്ങി ഡാഷിൽ അവസാനിച്ച തെരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, ശ്രീല പറഞ്ഞ ആ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരുണ്ടാക്കി വിട്ട ഈ പറാട്ട് നാടകങ്ങളുടെ പുറകെ പോവുകയായിരുന്നു. കാതലായ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ ഉത്സാഹം കാണിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ജനങ്ങളിത് മറക്കുമോ? ജനം ഇത് വെറുതെ വിടുമോ? ശ്രീലേ, നമ്മൾ ഈ വോട്ടെടുപ്പ് ദിവസം കണ്ട കാഴ്ച എന്താണ്? നീണ്ട ക്യൂ അമ്മമാരുടെ, സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, അല്ലെ? ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ പോളിംഗ് കൂടിയാൽ
LDF-ന് അത് ദോഷമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പൊ പറയുന്നത്. സ്ത്രീകളുടെ നീണ്ട നിര ഈ വോട്ടെടുപ്പിൽ നമ്മൾ കൃത്യമായിട്ട് അതൊരു പ്രതിഷേധം എന്താണ് അത്? പ്രതിഷേധം മാത്രമല്ല, അടുക്കള ബഡ്ജറ്റ് തകർത്തിരിക്കുന്നു. അടുക്കള ബഡ്ജറ്റ് നിങ്ങൾ ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ കൈ കഴുകി ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നാൽ മതി, ആഹാരം അവിടെ എങ്ങനെ വരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു വീട്ടിലെ ആണുങ്ങൾ, ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ മകള് പറയുന്നു, അല്ലെങ്കിൽ അമ്മ പറയുന്നു ഇന്നത് വേണം വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് വരുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിൻ്റെ വില എത്ര, പിന്നെ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താണ് വില, നമ്മൾ കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. നമ്മൾ മൊബൈൽ എടുക്കുന്നു, ഗൂഗിൾ പേ ചെയ്യുന്നു, അല്ലെങ്കിൽ പേഴ്സ് തുറക്കുന്നു, പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, വീട്ടിൽ വരുന്നു. പക്ഷേ ഇത് ഓടിച്ചോണ്ട് പോകുന്നത് വീട്ടിലെ അമ്മമാരാണ്, സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ ബജറ്റിനെ താളം തെറ്റിച്ച് കളഞ്ഞ ഒരു ഭരണമാണ് കഴിഞ്ഞ 5 കൊല്ലം നടന്നത്. അത് നിഷേധിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രതിഷേധമാണ് കണ്ട നീണ്ട ക്യൂ. അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ട, ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യണ്ട, ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യണ്ട. പ്രതിപക്ഷം ചർച്ച ചെയ്തില്ല, BJP ചർച്ച ചെയ്തില്ല. BJPയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനെ കുറിച്ച് തന്നെ എനിക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്, ഞാൻ അതിപ്പോൾ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അവരനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ വേദന അവർ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരത് വോട്ടാക്കി രേഖപ്പെടുത്തി ആ പ്രതിഷേധം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ നമുക്ക് വിവരം കിട്ടും. ഇനി ഈ സ്ത്രീകൾ മാത്രമല്ല, ധാരാളം പ്രായം ചെന്ന ആൾക്കാർ, ജെൻസി പ്രായം ചെന്ന ആൾക്കാരുടെ നീണ്ട നിര നമുക്ക് കാണാമായിരുന്നു. അത് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. എന്തുകൊണ്ട് അവർ ഇക്കുറി അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പ്രായം ചെന്ന് 76 വയസ്സായി, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വീട്ടിനുള്ളിൽ തന്നെ, പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ അമ്മ പറഞ്ഞ് എനിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 10ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു പഴയകാല ഒരു വീട്ടമ്മയാണ്. ആ അമ്മ വന്ന് കൃത്യമായിട്ട് വോട്ട്, അമ്മ ആർക്ക് വോട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല, അമ്മ വന്നു വോട്ട് ചെയ്തു പോയി. ആ അമ്മ അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ പെൻഷൻ, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അച്ഛൻ മരിച്ചു പോയപ്പോൾ ആ പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. ആ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല, സമയത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ പിന്നീടിരുന്ന് ആലോചിച്ചു, അമ്മ എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് വാശി പിടിച്ചു. ഈ വയ്യായികയ്ക്കിടയിലും വന്ന് പതുക്കെ തപ്പിപ്പിടിച്ച് കയറി അവിടെ വന്ന് ഇതെല്ലാം ചെയ്ത്, അവിടെ ഞാനാണ് കൊണ്ട് വോട്ടിംഗ് മെഷീൻ്റെ അടുത്ത് വരെ ആക്കിയിട്ട് ഞാൻ ഇങ്ങ് മാറി നിന്നു, അമ്മ വോട്ട് ചെയ്തു. ആ വോട്ടൊരു പ്രതിഷേധ വോട്ടാണ് ശ്രീലെ, അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അത് കൃത്യമായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ്. ഒരുപക്ഷെ അമ്മ അനുകൂലിച്ചായിരിക്കാം വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ എതിർത്തായിരിക്കാം വോട്ട് ചെയ്തത്. എന്തായാലും ഞാൻ കരുതുന്നത് ആ വോട്ട് ഭരണത്തിൻ്റെ മാർഗിടലാണ്. അത് ഈ അമ്മമാരുടെ വോട്ട്, ഈ പ്രായം ചെന്ന ആൾക്കാരുടെ വോട്ട്, ഇനി അതുപോലെ ജെൻസി, ശ്രീല ഇപ്പോൾ പറഞ്ഞ ജെൻസിയുടെ വോട്ട്, അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് ഈ നാട്ടിൽ നമ്മുടെ വരുമാനത്തിൻ്റെ, അതായത് പ്രവാസി മലയാളികളില്ലെങ്കിൽ കേരളം എന്ത് ചെയ്യും? ആകാശത്ത് നോക്കി വായും തുറന്നിരിക്കാം, വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ കുടിനീരിനായിട്ട്. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയേറെ തകർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വോട്ടർമാർ ഇതെല്ലാം ചിന്തിക്കും. അല്ലാതെ ഈ പറഞ്ഞ വെറും ഈ രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളുടെ പുറകെ പോയി അവർ വോട്ട് ചെയ്യും എന്ന് കരുതണ്ട. അവരിൽ അരാഷ്ട്രീയവാദമൊന്നുമില്ല, പക്ഷെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് ജനങ്ങൾക്ക്. അത് മലയാളിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കൃത്യമായ കണക്കിനിയും വരേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ശതമാനത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ജനങ്ങൾ അവർക്ക് വേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഡീലിൽ തുടങ്ങി ഡാഷിൽ അവസാനിച്ചു. ഡീല് ഒരു കൂട്ടർ പറഞ്ഞു BJPക്ക് LDFുമായിട്ട് ഡീല്, മറുകൂട്ടർ തിരിച്ചു പറഞ്ഞു BJPക്ക് UDF ഡീലുണ്ടെന്ന്. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് എങ്ങണ്ട് ഒരു പേരിനൊരു ജമാഅത്ത് ഇസ്ലാമി കടന്നു വന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല അവിടെ. അത് അവസാനിച്ചത് ഡാഷ് മോനെ രേവന്തേ എന്നൊക്കെയുള്ള മറുപടി പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അവസാനിച്ചത്. അപ്പോൾ ഡീലിൽ തുടങ്ങി ഡാഷിൽ അവസാനിച്ചു എന്ന് ജയശങ്കർ സാറിനെ പോലുള്ളവർ പറയുന്നത് ശരിയാണ്. അങ്ങനെ ഡീലിൽ തുടങ്ങി ഡാഷിൽ അവസാനിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം
BJPയെ കുറ്റപ്പെടുത്തുകയും BJPയെ ആക്രമിക്കുകയും ചെയ്ത ഇടതു വലതു മുന്നണികളിലെ നേതാക്കൾ പലരും ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുത്വത്തിനെതിരല്ല, ഞാൻ ഹിന്ദുത്വത്തെ ബഹുമാനിക്കുന്നു, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾ മതേതരത്വം കൈവിടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതേ ആൾക്കാർക്ക് വിശദീകരിക്കേണ്ടി വന്നു, എന്താണ്, ഞാൻ ഹിന്ദുത്വത്തിനും എതിരല്ല, അതായത് ഞാൻ മതേതരൻ, ചരിത്രത്തിൽ ആദ്യമാണ്, ഞാൻ മതേതരനൊക്കെയാണ്, പക്ഷെ ഞാൻ ഹിന്ദുത്വത്തിനെതിരല്ല, ഞാൻ ഹിന്ദുക്കൾക്കെതിരല്ല, ഞാൻ സ്വയമേവ ഹിന്ദുവാണ്. അങ്ങനെ പറഞ്ഞ നേതാവുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഞാനൊരു ഹിന്ദുവാണ്, അതിൽ അഭിമാനിക്കുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ ഈ പറയുന്ന മതേതരത്വം പറയുന്ന ഈ നേതാക്കന്മാർ മതേതരത്വം പറയുന്നു, ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുടൻ തള്ളിപ്പറയുന്നു, ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള സ്വന്തം ഐഡന്റിറ്റിയെ തള്ളിപ്പറയുന്ന ഒരാളെ, സ്വന്തം അസ്തിത്വത്തെ തള്ളിപ്പറയുന്ന ഒരാളെ എങ്ങനെയാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത്? അത് കപട മതേതരൻ അവരാണ്. സത്യത്തിൽ ഞാൻ പറയുന്ന ഇവിടുത്തെ BJP-ക്കാരൻ പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ആൾ പറയുന്നത് അവരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്, മറ്റവരെ എല്ലാം എന്നാണ് എൻ്റെ വാദം. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് മീശ നോവലിന് അനുകൂലിച്ച് രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തല വിചാരിച്ചത് ഈ പിന്നെ ഹിന്ദുക്കളെയൊക്കെ ഒന്ന് തള്ളി പറഞ്ഞ് ഈ പുരോഗമനവാദമൊക്കെ ഞാൻ ഉയർത്തിപ്പിടിക്കുമ്പം ഇവിടുത്തെ കുറെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് എന്നിലേക്ക് വന്നു ചേരും, നമുക്ക് കിട്ടും, എളുപ്പത്തിൽ മുഖ്യമന്ത്രിയാകാമെന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊന്നും അല്ല പറയുന്നത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് അതിൽ യാതൊരു പ്രയോജനം ഉണ്ടായില്ല, ദോഷം ഒട്ടും ഉണ്ടാവുകയും ചെയ്തു. ഈ ഉള്ള ഹിന്ദുക്കള്, പിന്തുണ കൊടുക്കുന്ന ഹിന്ദുക്കള് അദ്ദേഹത്തെ തള്ളി പറയാൻ ഒരു പരിധി വരെ അത് കാരണമായിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹമാണ്, നമ്മളല്ല. അപ്പോൾ പക്ഷേ അങ്ങനൊരു ഡീല് മുതൽ ഡാഷ് വരെ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു കാഴ്ചയും കേരളം കണ്ടു. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടിന് വിലയുണ്ട്. തെളിഞ്ഞ 2011 ഇതുപോലെ ശക്തമായ, അതായത് 2010 പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കുന്നു. വലിയ മാർജിനിൽ UDF ജയിച്ചു വരുന്നു. അതിനുശേഷമാണ് 2010 ഡിസംബറിൽ VS അച്യുതാനന്ദൻ്റെ വിഖ്യാതമായ സുപ്രസിദ്ധമാണോ കുപ്രസിദ്ധമാണോ എന്നറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത്. കേരളം 20 വർഷം കൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അതിശക്തമായ ഹിന്ദു കൺസോൾട്ടേഷൻ അന്ന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിട്ടുണ്ടായി. അന്ന് മലബാറിൽ ഏതാനും സീറ്റുകൾ, ഞാൻ പേരെടുത്ത് പറയാം, പട്ടാമ്പി, കൂത്തുപറമ്പ് പോലെയുള്ള ഇടത് സീറ്റുകൾ UDFന് അടിയറ വെച്ചു കൊടുത്ത CPM-ന്റെ നയം, അന്ന് VS ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകണ്ട എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പിടിവാശി, അതുകൊണ്ട് മാത്രമാണ് തുടർഭരണം അന്ന് നടക്കാതെ പോയത്. അന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫസൽ ഗഫൂർ നടത്തിയിരുന്നു. അന്നൊരു ചാനൽ ചർച്ചയിൽ ഫസൽ ഗഫൂർ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇന്ത്യ വിഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞത്, കേരളം ആര് ഭരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കും. ഈ 2026 ആ സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിക്കുകയാണ്, ഞാൻ ആവർത്തിക്കുകയാണ്, കേരളം ആര് ഭരിക്കണമെന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ തീരുമാനിക്കും. അത് സംഘടിതരല്ലെങ്കിലും സത്യത്തിൽ തീരുമാനിക്കുന്ന ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷേ സംഘടിതരായവരാണ് തീരുമാനിക്കുന്നതെന്നാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ, അത് രാഷ്ട്രീയക്കാര് പറഞ്ഞു പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അജണ്ടയാണ് അവരുടെ. അതായത് ഈ സംഘടിത വോട്ട് ബാങ്ക് വന്നാൽ നമുക്കത് പ്രയോജനം സേഫ് ആവും. മറ്റത് എല്ലാവർക്കും കിട്ടും, LDFന് കിട്ടും, UDFന് കിട്ടും, കുറച്ച് BJPക്കും കിട്ടും. ഇപ്പൊ അത് BJP കൂടുതൽ കൊണ്ടുപോകുന്നു, അത് വേറൊരു കാര്യം. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ അങ്കലാപ്പ്. പിന്നെ മറ്റൊന്ന്, അതിന്റെ കൂടെ ഈ സംഘടിത വോട്ട് ബാങ്ക് കൂടെ പിടിച്ചു ചേർത്ത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോ മാറി. ഈ സംഘടിത വോട്ട് ബാങ്കിനെ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ഈ കേരളം ഇപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് പല സ്ഥലത്തും വേദിയായി.
പക്ഷേ കേരള രാഷ്ട്രീയം വീണ്ടും മാറുകയാണ്. ഈ LDF UDF എന്നുള്ള ആ ഒരു ധ്രുവീകരണം മാറിയിട്ട് മൂന്ന് മുന്നണിയല്ല ശ്രീലെ, വളരെ കൃത്യമായിട്ട് അത് കുറച്ചു കാലം കൂടി അങ്ങനെ മൂന്നായിട്ട് നിൽക്കും. പക്ഷെ വരാൻ പോകുന്നത് UDF vs BJP അല്ലെങ്കിൽ LDF vs BJP, ഈ രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറുകയാണ്. ഒരു സംശയവും വേണ്ട, കാത്തിരുന്ന് കണ്ടുകൊള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ എല്ലാവർക്കും വിജയപ്രതീക്ഷയുണ്ട്, എല്ലാവർക്കും വിജയാശംസ നേരുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെടും.